ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ നെടുന്തൂണുകളായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ പൗരസ്ത്യ സഭ ഇന്ന് സാഘോഷം കൊണ്ടാടുന്നു. കടമുള്ള ദിവസമായി ആചരിക്കുന്നു. നീ കേപ്പയാകുന്നു, ഈ പാറമേലിന്റെ പള്ളി ഞാൻ പണിയുമെന്ന തിരുവചനം നെഞ്ചിലേറ്റുന്ന ദിനം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, മിശിഹായാണെന്ന് ജീവിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച പൗലോസിന്റെ ദിനം. കരിക്കട്ടയെ തീക്കട്ടയാക്കുന്ന പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ശരീരവും ആത്മാവും വിട്ടുകൊടുത്തവർക്ക് വാഴ്വ് നൽകുന്ന ദിനം. ലോകത്തൊരു ശക്തിക്കും അണയാനാക്കാത്ത വിധം അഗ്നിയായി പരിശുദ്ധാത്മാവ് അവരിൽ ജ്വലിച്ചപ്പോൾ രക്തസാക്ഷിത്വം അനായാസമായി. അനുതപിക്കുന്ന പാപിക്ക് ഏതറ്റം വരെ ഉയരാം. ഈശോയുടെ ഹൃദയത്തിൽ എത്രമാത്രം ഇടം നേടാം. ഇവയ്ക്ക് ഉത്തമോദാഹരണമാണ് പത്രോസ് സ്ലീഹ. ഗുരുവിനെ തള്ളിപ്പറയുന്നത് കുത്തിക്കൊല്ലുന്നതിന് തുല്യമാണ്. അനുതപിച്ച പത്രോസിന് മേൽ പതിഞ്ഞ ഈശോയുടെ അനുകമ്പാർദ്രമായ നോട്ടം അവനെ ആകെ മാറ്റിമറിച്ചു. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ എന്ന് ഉദ്ധിതനോട് ഏറ്റുപറയുമ്പോൾ ഫുൾ മാർക്കാണ് ഈശോ നൽകുന്നത്. സ്വർഗത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങുന്ന പ്രഥമ മാർപ്പാപ്പയായി പത്രോസിനെ ഈശോ ഉയർത്തി. പൗലോസ് സ്ലീഹയോളം സഭയെ വളർത്തിയ മറ്റാരാണുള്ളത്? ദീർഘയാത്രകളും സഭാസ്ഥാപനങ്ങളും കത്തുകളും ലേഖനങ്ങളും പ്രബോധനങ്ങളുമൊക്കെ ജനത്തെയാകെ മാനസാന്തരപ്പെടുത്തി മാമോദിസയിലേക്ക് അടുപ്പിച്ചു. നമുക്ക് അനുകരിക്കാം, മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ആമേൻ.